ഹായ് ഫ്രണ്ട്സ്, ഈ കേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വെയിറ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ? ഇതൊരു 1/2 kg വെയിറ്റ് വരുന്ന 2 ടയർ കേക്കാണ്. വാനില സ്പോഞ്ചിന് ചോക്ലേറ്റ് റഫിൾ ഫ്രോസ്റ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. വേറെ പ്രത്യേകിച്ച് എക്സ്ട്രാ എഫേർട്ടൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. സ്പോഞ്ചിൻ്റെ താഴത്തെ ലെയർ ബേക്ക് ചെയ്തിട്ടുള്ളത് ഒരു 5 ഇഞ്ച് വരുന്ന പാത്രത്തിലാണ്. അതുപോലെ തന്നെ മുകളിലത്തത് ഒരു 2.5 ഇഞ്ച് വരുന്ന ടീ കപ്പിലായിട്ടാണ് ബേക്ക് ചെയ്തത്. 1/2 kgയുടെ കേക്ക് ബേസാണ് ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 5 ഇഞ്ചിൻ്റെ കേക്ക് 2 ലെയറായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മളത് വീട്ടിൽ കഴിക്കാനുള്ളത് കൊണ്ട് തന്നെ ഓവറായിട്ട് ക്രീം വേണ്ട എന്നുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഈ കേക്ക് ഞാൻ ഷുഗർ സിറപ്പിൽ വെറ്റ് ചെയ്തിട്ടില്ല. ആ കേക്കിൻ്റെ സ്പോഞ്ച് അങ്ങനെ തന്നെ കഴിക്കാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഓരോരുത്തരെ പ്രിഫറൻസ് അനുസരിച്ച് ചോക്ലേറ്റ് ഗണേഷ് ഉണ്ടാക്കിയിട്ട് ഒരു 1 hour ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്ത ശേഷം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അതിൽ അത്രയും തന്നെ ക്വാണ്ടിറ്റി വിപ്പ് ക്രീമും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐസിങ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചാൽ കേക്ക് ഒന്ന് സെറ്റായി കിട്ടും താഴത്തെ. പിന്നെ മുകളിലത്തെ ലെയറും കൂടെ ഒന്ന് പൈപ്പ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലോട്ട് നമുക്ക് സ്റ്റാക്ക് ചെയ്തെടുക്കാം. വലിയ കേക്കുകളെക്കാളും ചെറിയ കേക്കുകൾ ഐസ് ചെയ്തെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പോൾ കേക്ക് ബേസിലൊന്നും വെച്ച് ചെയ്യാതെ ഡയറക്റ്റ് സ്റ്റാൻഡിൽ വെച്ചിട്ട് ചെയ്യുമ്പോൾ 2 കേക്കിൻ്റെയും കൂടെ ഹൈറ്റ് വരുന്ന ഒരു സ്റ്റിക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്ത് താഴെ നീക്കി കൊടുത്താൽ സ്റ്റാക്കിങ് ഒന്നുകൂടി ഈസി ആയിട്ട് തരും. ഒരു 1 hour ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാക്കിയാൽ ചോക്ലേറ്റ് ട്രഫിൾ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കേക്ക് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രേ ഉള്ളൂ. കുറച്ച് ഗോൾഡൻ ഫോക്സ് ബോൾസും മിററും കൂടെ വെച്ച് കൊടുത്തിട്ട് ഡെക്കറേഷനും ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഈ കേക്ക് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമൻറ്റ് ചെയ്തേക്കണേ. താങ്ക് യു.